Hi dears, welcome to all. Today let us discuss the next chapter in the fourth unit. It is a poem, The Wreck of the Titanic by Benjamin Peck Keith. First of all, let us discuss about the poet. Benjamin Peck Keith, 1956 to 1927. Benjamin Peck Keith was an American poet. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു. ഹിസ് ഫേമസ് കളക്ഷൻ ഓഫ് പോയംസ് ഇൻക്ലൂഡ് സ്പൂൺസ് ഓഫ് ദ സിൽവർ സ്പൂൺസ് ഓഫ് ടിൻ ആൻഡ് അതർ പോയംസ് 1921. ഹി ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് ഷോർട്ട് പോയംസ്. അദ്ദേഹം ഒരുപാട് ഷോർട്ട് പോയംസ് എഴുതിയിട്ടുണ്ട്. ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ഈസ് വൺ ഓഫ് ഹിസ് ഫേമസ് പോയം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതകളിലൊന്നാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ദിസ് ഈസ് എ പോയം എബൌട്ട് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് അറ്റ് സീ. സമുദ്രത്തിൽ വച്ചുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിനെ പറ്റിയുള്ള ഒരു കവിതയാണിത്. ഏപ്രിൽ 14 ഓൺ 14th April 1912 the Titanic, which carried 2,100 passengers and the crew, collided with an iceberg and sank into the depth of the Atlantic Ocean. ഏപ്രിൽ 14 1912 ടൈറ്റാനിക് എന്ന കപ്പൽ ഒരു ഭീമാകാരമായ മഞ്ഞുകട്ടയുമായി കൂട്ടിയിടിച്ച് മുങ്ങിപ്പോയി. അതിൽ 2,100 യാത്രക്കാരുണ്ടായിരുന്നു. However, this tragedy brought out some of the greatest acts of courage and heroism. പക്ഷേ ഈ ദുരന്തത്തിലും മനുഷ്യൻ്റെ ധൈര്യവും മനക്കരുത്തും കാണാൻ നമുക്ക് സാധിക്കും. ഏതുപോലെ ദ സെറാങ് ഓഫ് റണാഗഞ്ചി എന്ന ചാപ്റ്ററിൽ വലിയ ഒരു ദുരന്തത്തെ ഡോക്ടറും അതുപോലെ തന്നെ ഹസനും നേരിട്ടതുപോലെ തന്നെ ഇവിടെയും ഈ കപ്പലിലെ ക്രൂ എന്ന് പറഞ്ഞാൽ അതിലെ ജോലിക്കാർ എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് സതാംപ്ടൺ ഷീ സ്വങ് വിത്ത് സ്ട്രീം, എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, എ സീ ഡ്രീം, ആൻഡ് thousands ഓൺ ഷോർ watched her steaming away, the largest and grandest of all ships that day. From സതാംപ്ടണിൽ നിന്നും the Titanic started her voyage. ടൈറ്റാനിക് തൻ്റെ യാത്ര തുടർന്നു. She was a poem of iron and steel. ഇരുമ്പ് കൊണ്ടും ഉരുക്കുകൊണ്ടുമുള്ള ഒരു കവിതയായിരുന്നു അവൾ. She was a sea dream. ഒരു കടൽ സ്വപ്നമായിരുന്നു അവൾ. Thousands of people standing on the shore watched her steaming away. ആയിരക്കണക്കിന് ആളുകൾ തീരത്ത് നിന്ന് കപ്പലിന് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ടിരുന്നു. ഷി വാസ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് മെയ്ഡ് അണ്ടിൽ ദെൻ. അന്നേ വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയതും ഏറ്റവും മനോഹരവുമായ കപ്പലായിരുന്നു അത്. ആൻഡ് thousands ഓൺ ബോർഡ് ഡിഡ് സെക്യൂരിറ്റി ഫീൽ, ഫോർ നോ ഐ സോ ഡെത്ത് ആസ് ഹി സ്റ്റുഡ് അറ്റ് ദ വീൽ, directing her course to the echoless shore, her first and last haven of nevermore. There were thousands on board. കപ്പലിനുള്ളിലും ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. They felt very secure. അവർക്ക് വളരെയധികം അവർ സുരക്ഷിതരാണെന്ന് തോന്നി. Nobody thought of any danger. ഒരാളും അപകടം മണത്തതേയില്ല. As the captain stood at the wheel. ക്യാപ്റ്റൻ കപ്പലിനെ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. He was directing the course of the ship. കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് അദ്ദേഹമായിരുന്നു. This would be her first and the last trip. കപ്പലിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ യാത്രയായിരുന്നു അത്. She will never reach a port again. Her first and the last haven. Haven means port. അല്ലേ, ഒരിക്കലും ഒരു തുറമുഖത്തും അത് എത്തുകയില്ല. She was the last best work of man, and on her first voyage was speeding when out of the darkness, out of the night, loomed an ominous form of ghostly white. മനുഷ്യർ അല്ലേ, she was the best ship man had made. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായിരുന്നു അത്. She was speeding on her first voyage. തൻ്റെ ആദ്യ യാത്ര തുടരുമ്പോൾ when suddenly out of darkness, പെട്ടെന്ന് തന്നെ ഇരുട്ടിൽ, in the night,
ഡാർക്ക്നെസ്, രാത്രിയുടെ ഇരുട്ടിൽ, എ ഗോസ്റ്റ്ലി വൈറ്റ് ഫോം അപ്പിയേർഡ്, ഒരു ഭൂതം പോലെയുള്ള ഒരു വെള്ള രൂപം പ്രത്യക്ഷപ്പെട്ടു. Twas means it was. It was a towering mountain of ice, gigantic as ever was seen on the North Atlantic. She struck with the shiver from the stem to stern and was rapidly sinking. All soon did learn. It was a huge mountain of ice. അത് വലിയ ഒരു മഞ്ഞുമലയായിരുന്നു. Such a huge iceberg was never seen on the North Atlantic. നോർത്ത് അറ്റ്ലാന്റിക്കിൽ അത്രയും വലിയ ഒരു മഞ്ഞുപാളി ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. It hit the ship. ഇത് കപ്പലിനെ ഇടിച്ചു. Sending a shiver throughout the entire length of the ship. Stem to stern എന്ന് പറഞ്ഞാൽ അടി മുതൽ മുകൾ വരെ. Throughout the ship, entire length of the ship. It soon began to sink. ഇത് പെട്ടെന്ന് വിറച്ചു പതുക്കെ താഴാൻ തുടങ്ങി. And people knew it was sinking. ജനങ്ങൾക്കത് മനസ്സിലായി. കപ്പൽ തട്ടി താഴ്ന്നു പോവുകയാണെന്ന് ജനങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലായി. The Captain Smith, her commander brave, thought not one moment his own life to save, but stood on the bridge, calling out the crew, "Remember your country. Be British. Be true." Captain Smith was the commander of the ship. കപ്പലിൻ്റെ കമാൻഡർ ആയിരുന്നു ക്യാപ്റ്റൻ സ്മിത്ത്. ഹി വാസ് ബ്രേവ്. അദ്ദേഹം വളരെ ധീരനായിരുന്നു. നോട്ട് ഈവൻ വൺ മൊമെൻറ്റ് ഹി തോട്ട് ഓഫ് സേവിങ് ഹിസ് ലൈഫ്. ഒരിക്കൽ പോലും, ഒരു നിമിഷത്തേക്ക് പോലും സ്വന്തം ജീവൻ രക്ഷിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചതേയില്ല. ഹി സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ്. അദ്ദേഹം ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ആൻഡ് ടോൾഡ് ഹിസ് ക്രൂ, തൻ്റെ ജോലിക്കാരോട് പറഞ്ഞു, ദാറ്റ് ദേ വർ ബ്രിട്ടീഷ്. അവർ ബ്രിട്ടീഷുകാരാണ് അല്ലേ, നിങ്ങൾ ബ്രിട്ടീഷുകാരാണ്. സോ യു ഷുഡ് റിമെമ്പർ ദെയർ കൺട്രി, യുവർ കൺട്രി, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ഓർക്കൂ. ആൻഡ് ഷുഡ് ഡു യുവർ ഡ്യൂട്ടി, എന്നിട്ട് നിങ്ങളുടെ കടമ നിറവേറ്റൂ. He told the crew that they were British and they should remember their country and should they do their duty. ബ്രിട്ടീഷുകാരാകൂ, നിങ്ങളുടെ രാജ്യത്തെ ഓർക്കൂ, നിങ്ങളുടെ കടമ നിറവേറ്റൂ എന്ന് അദ്ദേഹം തൻ്റെ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് proved there to be the world. Their valor never fails. The women and the children first was their cry, and even one of the crew stood by. England, Ireland, Scotland and Wales proved to the world to their courage never fails. ഇംഗ്ലണ്ടും അയർലൻഡും വെയിൽസും സ്കോട്ട്ലൻഡും തങ്ങളുടെ ധൈര്യം ഒരിക്കലും ചോർന്നു പോകില്ലെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. They said that the women and children should go in the lifeboats. അവർ പറഞ്ഞു, ലൈഫ് ബോട്ടുകളിൽ ആദ്യം സ്ത്രീകളും കുട്ടികളും കയറി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. കാരണം അവർ നന്നായി കരയുന്നുണ്ടായിരുന്നു. All the crew stood by the watched. ഇവരെല്ലാം കയറി രക്ഷപ്പെട്ടപ്പോൾ ജോലിക്കാർ അവരെ നോക്കി നിന്നു. And all the boats were lowered and sent away. That cut off all hope, save eternity. And the Titanic sank from sight 'neath the sea, while her band played, "Nearer my God to thee." The lifeboats were lowered and the women and children were sent away to the safety. ലൈഫ് ബോട്ടുകൾ താഴേക്ക് ഇറങ്ങി വന്ന് സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു. The crew had no hope of saving themselves. ജോലിക്കാർക്ക് തങ്ങളെ രക്ഷിക്കാനുള്ള സാധ്യതയില്ല, തീരെ ഇല്ലായിരുന്നു. The Titanic sank from the sight. ടൈറ്റാനിക് സാവധാനം കാഴ്ചയിൽ നിന്നും താഴ്ന്നുപോയി. ആസ് ദ ബാൻഡ് പ്ലേഡ്. ആ സമയത്ത് കപ്പലിലെ ബാൻഡ് പാട്ട് പാടുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പാട്ട്? നിയറർ മൈ ഗോഡ് ടു ദീ. ദൈവമേ, തങ്ങൾ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ആ കപ്പൽ താഴ്ന്നുപോയത്. Was there ever seen so awfully grand as that sinking ship with her playing band? All glory to Smith and the Titanic's men. They bring Trafalgar's heroes to memory again.
ഇതിലും മഹത്തരമായ ഒരു കാഴ്ച. വാസ് ദർ എവർ സീൻ എ ഗ്രാൻഡർ ദാൻ ദിസ്? ഇതിനേക്കാളും മഹത്തരമായ ഒരു കാഴ്ച ആർക്കെങ്കിലും ചിന്തിക്കാനാകുമോ? ദ ഷിപ്പ് വാസ് സിങ്കിങ് ബട്ട് ദ ബാൻഡ് വാസ് പ്ലേയിങ്. കപ്പൽ മുങ്ങുമ്പോൾ ബാൻഡ് പാട്ട് പാടുകയായിരുന്നു. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സ്മിത്ത്. എല്ലാ ക്രെഡിറ്റും ക്യാപ്റ്റൻ സ്മിത്തിനായിരുന്നു. ആൻഡ് ദ മെൻ ഓഫ് ടൈറ്റാനിക്കിലെ ജോലിക്കാർക്കും. വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി, ദേ ബ്രിങ് ദ മെമ്മറി ഓഫ് ട്രഫാൾഗേഴ്സ് ഹീറോസ്. ട്രഫാൾഗറിലെ ഹീറോസിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി അവർ കൊണ്ടുവരികയാണ്. And that heard thrilling tailing of Alamo, and the last grand charge at Waterloo, and the charge of the Light Brigade as well, and Jim Bloodsoe's act on the Prairie Belly. ഈ ഒരു സ്റ്റാൻസയിലൂടെ ഒരുപാട് ആളുകളുടെ ഓർമ്മകൾ ഈ ടൈറ്റാനിക്സ് ക്രൂ കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 126 കാണാം. ട്രഫാൾഗർ ഹീറോസ്, അലാമോ, വാട്ടർലൂ, ദ ലൈറ്റ് ബ്രിഗേഡ് ആൻഡ് ജിം ബ്ലൂഡ്സോ. ഓരോന്നിൻ്റെയും ആരാണ് ട്രഫാൾഗർ ഹീറോസ്? ദർ ദ റോയൽ നേവി ഓഫ് ഇംഗ്ലണ്ട് ഫോട്ട് അഗെയിൻസ്റ്റ് ദ കമ്പൈൻഡ് ഫ്ലീറ്റ്സ് ഓഫ് ദ ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് നേവീസ്. അവിടെ വെച്ചായിരുന്നു ഇംഗ്ലണ്ടിലെ റോയൽ നേവി ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും നേവികളെ ഒറ്റക്ക് എതിർത്തത്. ഇതാണ് ട്രഫാൾഗർ ഹീറോസിൻ്റെ ഓർമ്മകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇറ്റ് ആൾസോ ബ്രിങ് ദ മെമ്മറി ഓഫ് ത്രില്ലിംഗ് സ്റ്റോറി ഓഫ് അലാമോ. അലാമോയിലെ വിജയവും ഈ ടൈറ്റാനിക്സിലെ ക്രൂ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ദ ടെക്സിയൻസ് ഡിഫീറ്റഡ് ദ മെക്സിക്കൻ ആർമി എൻഡിങ് ദ റെവല്യൂഷൻ. ദ ബാറ്റിൽ ഓഫ് അലാമോ ഫെബ്രുവരി 23 to March 6, 1936 വാസ് ദ പിവോട്ടൽ ഇവൻ്റ് ഇൻ ദ ടെക്സാസ് റെവല്യൂഷൻ. ഇത് ടെക്സാസ് റെവല്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ദ ടെക്സിയൻസ് ഡിഫീറ്റഡ് ദ മെക്സിക്കൻ ആർമി. ടെക്സിയൻസ് മെക്സിക്കൻ ആർമിയെ തോൽപ്പിച്ചു. അറ്റ് ദ ബാറ്റിൽ ഓഫ് സാൻ ജാസിൻഡോ യുദ്ധത്തിൽ എന്ന് ഓൺ ഏപ്രിൽ 21, 1836 1836 ഏപ്രിൽ 21 എൻഡിങ് ദ റെവല്യൂഷൻ. അതോടുകൂടി റെവല്യൂഷൻ അവിടെ അവസാനിക്കുകയും ചെയ്തു. ഇവിടെ മെക്സിക്കൻ പട്ടാളത്തെ തോൽപ്പിക്കുകയും വിപ്ലവത്തിന് അന്ത്യം വരുത്തുകയും ചെയ്തു. ഈ ഒരു കഥയും ടൈറ്റാനിക്സിലെ ക്രൂ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ദ ലാസ്റ്റ് ഗ്രാൻഡ് ചാർജ് അറ്റ് വാട്ടർലൂ യുദ്ധത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് ഫോട്ട് ഓൺ 18th June 1815. 1815 ജൂൺ 18 വാട്ടർലൂ യുദ്ധം നടന്നത്. നിയർ വാട്ടർലൂ ഇൻ ദ പ്രസൻറ്റ് ഡേ ബെൽജിയം. ഇന്ന് നമ്മൾ കാണുന്ന ബെൽജിയത്തിനടുത്താണ് വാട്ടർലൂ. ഇവിടെ എംപറർ നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ ആർമീസ് ഓഫ് ദ 7th കോയലേഷൻ. ഇവിടെയായിരുന്നു നെപ്പോളിയനെ തോൽപ്പിക്കപ്പെട്ട സ്ഥലം. ഇതും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ടൈറ്റാനിക്സിലെ ക്രൂ ആണ്. ആൻഡ് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് ആസ് വെൽ. അതുപോലെ തന്നെ ലൈറ്റ് ബ്രിഗേഡിനെയും അത് ഓർമ്മിപ്പിക്കുന്നു. The charge of the Light Brigade was the charge of the British light cavalry against the Russian forces during the Battle of Balaclava on 25th October 1854. 1854 ഇംഗ്ലീഷ് ആർമി റഷ്യക്കാർക്കെതിരായി യുദ്ധം ചെയ്ത സ്ഥലമാണത്. ഈ ഒരു യുദ്ധത്തെയാണ് ഈ ടൈറ്റാനിക്സിലെ ക്രൂ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ജിം ബ്ലൂഡ്സോസ് ആക്ട് ഓൺ ദ പ്രയറി ബെല്ലി. പ്രയറി ബെല്ലിയിലെ ജിം ബ്ലൂഡ്സോയുടെ ധൈര്യപൂർവമായ പ്രവൃത്തിയെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് ജിം ബ്ലൂഡ്സോ? ജിം ബ്ലൂഡ്സോ വാസ് ആൻ എഞ്ചിനീയർ. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഹു ഡൈഡ് വൈൽ സേവിങ് ദ ലിവ്സ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഓഫ് ദ ബോട്ട് കാൾഡ് പ്രയറി ബെല്ലി ഓൺ ദ മിസിസിപ്പി റിവർ. മിസിസിപ്പി നദിയിൽ മുങ്ങിയ പ്രയറി ബെല്ലി എന്ന കപ്പലിൻ്റെ എഞ്ചിനീയറായിരുന്ന ജിം ബ്ലൂഡ്സോ തൻ്റെ യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടതാണ്. ഹി ബിക്കെയിം ഇൻസ്റ്റൻ്റ്ലി പോപ്പുലർ. പെട്ടെന്ന് തന്നെ അദ്ദേഹം പോപ്പുലറായി. ആൻഡ് ജോൺ ഹേ റോട്ട് എ പോയം എബൌട്ട് ഹിം. അദ്ദേഹത്തെക്കുറിച്ച് പോയറ്റായ ജോൺ ഹേ ഒരു കവിതയും എഴുതി. എൻടൈറ്റിൽഡ്. അതിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു? ജിം ബ്ലൂഡ്സോ ഓഫ് ദ പ്രയറി ബെല്ലി ഇൻ 1871. 1871 അദ്ദേഹത്തെക്കുറിച്ച് ജോൺ ഹേ ഒരു കവിത എഴുതിയത്. ഇങ്ങനെയുള്ള 5 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്
ടൈറ്റാനിക്സിലെ ക്രൂ ഇവിടെ ചെയ്യുന്നത്. ആൻഡ് വിത്ത് ദീസ് ഡൗൺ ദ കോറിഡോർസ് ഓഫ് ഓൾ ടൈം the Titanic story shall sound sublime, for never was courage more noble and true than was shown on that night by the Titanic's crew. Along with all these stories of bravery and courage, ഈ എല്ലാ ധൈര്യപൂർവമായ പ്രവൃത്തികളുടെയും ധൈര്യപൂർവമായ ഈ ഒരു സംഭവ വികാസങ്ങളുടെയും കൂടെ ടൈറ്റാനിക്കിലെ ജോലിക്കാരുടെ കഥയും എന്നെന്നും ഓർമ്മിപ്പിക്കപ്പെടും. The story of the crew of the Titanic will be remembered forever എന്നെന്നും ഓർക്കും. They had showed such courage and nobility. അത്രക്കും വലിയ ദുരന്തത്തിൽ അത്രയും വലിയ ധൈര്യവും കുലീനതയുമാണ് മാന്യതയുമാണ് അവർ കാണിച്ചത്. ഡ്യൂറിങ് ദാറ്റ് ഗ്രേറ്റ് ട്രാജഡി, ആ വലിയ ഈ ഒരു ദുരന്തത്തിൽ അവർ കാണിച്ച ധൈര്യത്തിൻ്റെയും കുലീനതയുടെയും തെളിവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പോയത്തിൻ്റെ ഡിസ്കഷൻ. ഇനി നമുക്ക് അതിൻ്റെ അപ്രിസിയേഷനും അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ഡിസ്കസ് ചെയ്യാം. The poem Wreck of the Titanic by Benjamin Peck Keith is an excellent one about the world's greatest tragedy at sea. The Wreck of the Titanic എന്ന പോയം വളരെ മനോഹരമായ ഒരു കവിതയാണ്. ഇതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ പോയം ടെൽസ് ഹൗ നോബിൾ പീപ്പിൾ കുഡ് ബി ഈവൻ ഇൻ ദ ടൈംസ് ഓഫ് ഡേഞ്ചർ. ദുരന്ത സമയത്തും നല്ല മനുഷ്യർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ സാധിക്കും. ദ പോയം ബിഗിൻസ് വിത്ത് ദ സ്മൂത്ത് കമൻസ്മെൻറ്റ് ഓഫ് ദ വോയേജ്. വളരെ നല്ല രീതിയിലുള്ള ഒരു യാത്രാരംഭമാണ് നമുക്ക് ഇതിലൂടെ ഈ പോയം തുടങ്ങുന്നത്. ദ ഷിപ്പ് ലൈക്ക് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഈ കപ്പൽ ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും ഒരു കവിതയാണ്. ലെഫ്റ്റ് ദ സതാംപ്ടൺ, അത് സതാംപ്ടൺ വിട്ട് പോന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രാൻഡ് ഷിപ്പ്. ഇത് വളരെ മനോഹരമായ അതുപോലെ തന്നെ വളരെ വലിയ ഒരു കപ്പലായിരുന്നു. ഷി വാസ് എ സീ ഡ്രീം, ഒരു കടൽ സ്വപ്നമായിരുന്നു അവൾ. ഇവിടെ കപ്പലിനെ മുഴുവനും ഷീ എന്നാണ് ഉപയോഗിച്ചത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഓൺ ദ ഷോർ വാച്ച്ഡ് ദ ലാർജസ്റ്റ് ലക്ഷൂറിയസ് ഷിപ്പ് ഓൺ ഹർ ഫസ്റ്റ് വോയേജ്. ആയിരക്കണക്കിന് ആളുകൾ ഈ ആഡംബര കപ്പൽ യാത്രയാകുന്നത് കാണാൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. എവരിബഡി ഇൻ ദ ഷിപ്പ് വാസ് ഫീലിംഗ് സേഫ്. എല്ലാവരും കപ്പലിൽ തങ്ങളുടെ യാത്ര സുരക്ഷിതമാണെന്ന് കരുതി. നോബഡി തോട്ട് ഇറ്റ് വാസ് എനി ഡേഞ്ചർ ആസ് ദ ക്യാപ്റ്റൻ സ്റ്റുഡ് അറ്റ് ദ വീൽ. ക്യാപ്റ്റൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരും ഒരു അപകടവും ആലോചിച്ചതേയില്ല. ഹി വാസ് ഡയറക്റ്റിംഗ് ദ കോഴ്സ് ഓഫ് ദ ഷിപ്പ്. അദ്ദേഹം കപ്പലിൻ്റെ ഗതിയെല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ദ ഷിപ്പ് വാസ് സ്പീഡിംഗ് ഓൺ ഹർ ഫസ്റ്റ് വോയേജ്. കപ്പൽ തൻ്റെ ആദ്യ യാത്ര തുടങ്ങുകയാണ്. വെൻ സഡൻലി ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ഇൻ ദ നൈറ്റ് എ ഗോസ്റ്റ്ലി വൈറ്റ് ഐസ്ബർഗ് അപ്പിയർഡ്. പെട്ടെന്ന് തന്നെ രാത്രിയുടെ ഇരുട്ടിൽ ഒരു പ്രേതത്തെ പോലെയുള്ള ഒരു വെളുത്ത സാധനം കാണപ്പെട്ടു. എന്തായിരുന്നു അത്? ഇറ്റ് ഈസ് ആൻ ഐസ്ബർഗ്, ഒരു മഞ്ഞുമലയായിരുന്നു അത്. സൂൺ ഇറ്റ് കൊളൈഡഡ് വിത്ത് ഷിപ്പ്. പെട്ടെന്ന് തന്നെ അത് അതുമായി മുട്ടുകയും റക്കിങ് ഇറ്റ് സൂൺ, അല്ലേ, പെട്ടെന്ന് തന്നെ അത് നശിക്കുകയും ബിഗാൻ ടു സിങ്, താഴാൻ തുടങ്ങുകയും ചെയ്തു. ദ പീപ്പിൾ ന്യൂ ഇറ്റ് വാസ് സിങ്കിങ്, അല്ലേ, അവർ ഈ അപകടത്തിലാണെന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ക്യാപ്റ്റൻ സ്മിത്ത് വാസ് ദ കമാൻഡർ ഓഫ് ദ ഷിപ്പ്. ക്യാപ്റ്റൻ സ്മിത്ത് ആയിരുന്നു അതിൻ്റെ കപ്പലിൻ്റെ കമാൻഡർ. ഹി വാസ് ബ്രേവ്. അദ്ദേഹം വളരെ ധൈര്യശാലിയായിരുന്നു. ഹി ആസ്ക്ഡ് ദ ക്രൂ ടു ബി പാട്രിയോട്ടിക്. തൻ്റെ ജോലിക്കാരോട് ദേശസ്നേഹികളാകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേ ഡിസൈഡ് ടു സെൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ ദ ബോട്ട്സ് അല്ല ലൈഫ് ബോട്ട്സ്. കുട്ടികളെയും സ്ത്രീകളെയും ലൈഫ് ബോട്ടിൽ സെൻഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ദ ക്രൂ ഹാഡ് നോ ഹോപ്പ് ഓഫ് സേവിങ് ദംസെൽവ്സ്. ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയും കണ്ടില്ല. ദ ബാൻഡ് പ്ലേഡ് ദ ഹിം. കപ്പൽ മുങ്ങുമ്പോൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പാട്ട്? നിയറർ മൈ ഗോഡ് ടു ദീ. ദൈവമേ, ഞങ്ങൾ നിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ദേ ഓൾ വെൻറ്റ് ഡൗൺ ഇൻ ടു ദ സീ. അവരെല്ലാവരും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സ്മിത്ത്. എല്ലാ ക്രെഡിറ്റും ആർക്കുള്ളതാണ്? സ്മിത്ത്, ക്യാപ്റ്റൻ സ്മിത്തിനുള്ളതാണ്. ദെയർ ബ്രേവറി, ദെയർ കറേജ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. അവരുടെ ധൈര്യവും
അതുപോലെ തന്നെ ഒരു കറേജും എല്ലാം നമുക്ക് എന്നെന്നും ഓർമ്മിക്കപ്പെടും. ദേ ഷോഡ് സച്ച് കറേജ് ആൻഡ് നൊബിലിറ്റി ഡ്യൂറിങ് ദ ഗ്രേറ്റ് ട്രാജഡി. ഇത്രയും വലിയ ദുരന്തത്തിൽ അത്രയും വലിയ ധൈര്യമാണ് അവർ കാണിച്ചത്. ദ പോയറ്റ് കമ്പയേഴ്സ് ദിസ് ഇൻസിഡൻറ്റ്. പോയറ്റ് ഈ ഒരു സംഭവത്തെ ഒരുപാട് പാട്രിയോട്ടിക് ഇൻസിഡൻറ്റുമായി കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ദേശസ്നേഹപരമായ പ്രവർത്തനങ്ങൾ ട്രഫാൾഗറിൽ നടന്ന, അതുപോലെ തന്നെ അലാമോ, വാട്ടർലൂ, ദ ലൈറ്റ് ബ്രിഗേഡ് ആൻഡ് ദ ബ്രേവറി ഓഫ് ജിം ലുഡ്സോ. അപ്പോൾ ഓരോ ഇത് അപ്രിസിയേഷനൊക്കെ 8 മാർക്കിന് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ സംഭവങ്ങളെല്ലാം ഇത് ഓർമ്മിക്കപ്പെടുന്നു. ദ പോയം ഹാസ് ഡിഫറെൻറ്റ് തീംസ് വിച്ച് ഇൻക്ലൂഡ് ഷിപ്രക്ക്. ഈ ഒരു പോയത്തിൽ ഒരുപാട് തീമുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ് ഷിപ്രക്ക്, കപ്പൽ തകർച്ച, ഡ്യൂട്ടി, അതുപോലെ തന്നെ തൻ്റെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, സാക്രിഫൈസ്, ത്യാഗം, ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പോയമാണിത്. ഇറ്റ് അപ്പീൽസ് ടു അവർ ഇമോഷൻസ് ലൈക്ക് പാട്രിയോട്ടിസം, നമ്മുടെ വികാരങ്ങളായ ദേശസ്നേഹം, ലവ് ഫോർ വൺസ് ഫെലോ ബീയിങ്, സഹജീവികളുള്ള സ്നേഹം, അതുപോലെ തന്നെ പിറ്റി, ദയ, ഇങ്ങനെയുള്ള വികാരങ്ങളെയൊക്കെ അത് നമുക്ക് കാണിച്ചു തരുന്നു. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സിമ്പിൾ ആൻഡ് ലൂസിഡ് കോൺവെർസേഷണൽ ലാംഗ്വേജ്. വളരെ എളുപ്പത്തിലുള്ള കോൺവെർസേഷണൽ ലാംഗ്വേജാണ് പോയറ്റ് യൂസ് ചെയ്തത്. ദ പോയം ഈസ് ഇൻ റൈം ആൻഡ് ദ റൈം സ്കീം ഈസ് AABB. പോയം റൈമിലാണ്, അതുപോലെ തന്നെ റൈം സ്കീം AABB എന്നാണ്. ഇറ്റ് ഹാസ് ഫൈൻ റിതം, അല്ലേ, നല്ല റിതമുണ്ട്. ആൻഡ് ഇറ്റ് സൗണ്ട് മെലോഡിയസ്, അല്ലേ, മെലോഡിയസ് സൗണ്ടാണ്. ഇറ്റ് ഹാസ് ഫൈൻ ഇമേജറി, നല്ല ഇമേജറി ഉണ്ട്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് എ നമ്പർ ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചസ് എസ്പെഷ്യലി മെറ്റഫർ ആൻഡ് പേഴ്സോണിഫിക്കേഷൻ. ഇതിൽ പ്രധാനമായും കവി ഒരുപാട് അലങ്കാരങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മെറ്റഫറും പേഴ്സോണിഫിക്കേഷനും നമുക്ക് കാണാൻ സാധിക്കും. ദ പോയം ഗീവ്സ് us ഇൻസൈഡ് അബൌട്ട് ദ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഫോർ കമ്പാഷൻ ആൻഡ് ഹീറോയിസം അറ്റ് ദ ടൈംസ് ഓഫ് ഡേഞ്ചർ. ദുരന്ത സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു ആക്ടിവിറ്റി കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്നതിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലൈവ് TV റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ക്യാപ്റ്റന്മാരെ നമ്മൾ പഠിച്ചു. 3 ക്യാപ്റ്റൻ ആണ് ഇതിൽ. ക്യാപ്റ്റൻ സ്മിത്ത് ആണ്, അതുപോലെ തന്നെ ലേഹോർലയിൽ ദെൻ ക്യാപ്റ്റൻ ജോവിസ്, ദെൻ ദ സെറാങ് ഓഫ് റണാഗഞ്ചിയിൽ ക്യാപ്റ്റൻ ഹാമ്പിൾ. ഒരു ക്യാപ്റ്റനെയും മാറിപ്പോകരുത്. ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം. ഡിസാസ്റ്റർ ഓഫ് ടൈറ്റാനിക്, അല്ലേ, നമുക്ക് ഹെഡിങ് എന്തും കൊടുക്കാം. ഇതിൽ ഇങ്ങനെയാണ് നൽകിയത്. സതാംപ്ടൺ 15th March 1912. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൽ ആദ്യം സ്ഥലം, ദെൻ ഡേറ്റൊക്കെ ഉൾക്കൊള്ളിക്കുക. എന്നിട്ടൊരു the Grand Titanic, the world's pride, hit with an iceberg and sunk in the Atlantic Ocean on the nights of the April 14th, 1912. 1912 ഏപ്രിൽ 14 രാത്രി ടൈറ്റാനിക് എന്ന കപ്പൽ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചു. The biggest ship was on her first maiden voyage from Southampton in New York City. സതാംപ്ടണിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള യാത്രാമധ്യേയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഷി ഹാഡ് അറൗണ്ട് 2100 പാസഞ്ചേഴ്സ് ഓൺ ബോർഡ്. ഏകദേശം 2100 യാത്രക്കാരെയും കൊണ്ടായിരുന്നു കപ്പൽ യാത്ര തുടങ്ങിയത്. The tragedy happened when the ship hit a huge iceberg on unlucky night. ഒരു നിർഭാഗ്യകരമായ രാത്രിയിൽ കപ്പൽ വലിയൊരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിക്കുന്നത്. അറൗണ്ട് 1500 പീപ്പിൾ ലോസ്റ്റ് ദെയർ ലിവ്സ്. ഏകദേശം 1500 യാത്രക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ദ വിമൻ ആൻഡ് ചിൽഡ്രൻ വേർ റെസ്ക്യൂഡ് ഇൻ ബോട്ട്. സ്ത്രീകളും കുട്ടികളും ബോട്ടുകളിൽ രക്ഷപ്പെട്ടു. ഫ്രം ദ ഷിപ്പ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ജംപ്ഡ് ഇൻ ടു ദ സീ. കപ്പലിൽ നിന്നും 100 കണക്കിന് ആളുകൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ടു സേവ് ദംസെൽസ്. അവരെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ചാടിയത്. പക്ഷേ ബട്ട് ദേ ലോസ്റ്റ് ദെയർ ലിവ്സ് ഇൻ ദ ഫ്രോസൺ വാട്ടർ.
അല്ലെ? അത്രയും വലിയ മഞ്ഞുമലയുള്ള വെള്ളത്തിന് വളരെയധികം തണുപ്പുണ്ടായിരിക്കും. ഈ ഒരു ഫ്രോസൺ വാട്ടറിൽ ചാടി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. ക്യാപ്റ്റൻ സ്മിത്ത് ആസ്ക്ഡ് ദ ക്രൂ ടു ബി ബ്രേവ്. തൻ്റെ ജോലിക്കാരോട് ധൈര്യശാലികളായിരിക്കാൻ ക്യാപ്റ്റൻ സ്മിത്ത് ആവശ്യപ്പെട്ടു. ഇറ്റ് വാസ് ഹിസ് ഡിസിഷൻ ടു സേവ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം തന്നെ രക്ഷപ്പെടുത്തുക എന്നത്. ദ ഷിപ്പ് സാങ്ക് ഇൻ ടു ദ സീ വിത്ത് ദ ബാൻഡ്സ്മെൻ പ്ലേയിങ് ദ മ്യൂസിക്. കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിലെ ബാൻഡ്മാൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു. നിയറർ മൈ ഗോഡ് ടു ദീ എന്നുള്ള പാട്ടായിരുന്നു പാടിയിരുന്നത്. ദേ വർ എംബ്രേസിങ് ഇറ്റേണിറ്റി. അവർ അനശ്വരതയായിരുന്നു എംബ്രേസ് ചെയ്തിരുന്നത്. ദേ റിമൈൻഡഡ് അസ് ഓഫ് ദ ഗ്രേറ്റ് ഹീറോസ് ഓഫ് ദ പാസ്റ്റ് ലൈക്ക് ട്രഫാൾഗർ ഹീറോസ്. അല്ലെ? ട്രഫാൾഗർ ഹീറോസിനെ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദ ത്രില്ലിംഗ് ടെയിൽ ഓഫ് അലാമോ. അലാമോയിലെ വളരെ ത്രില്ലിംഗ് ആയ കഥയെ അത് ഓർമ്മിപ്പിക്കുന്നു. ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ യുദ്ധത്തെയും. ഷീ ലിവ്സ് ഇൻ അവർ ഹേർട്സ് ആൻഡ് ഹർ സ്റ്റോറി സബ്ലൈം. അതുപോലെ തന്നെ ഈ ഒരു കഥ നമ്മുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുകയും എന്നെന്നും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. എ ബിഗ് സല്യൂട്ട് ടു ദ ട്രൂ കറേജ് ഷോൺ ബൈ ദ ക്രൂ ഓഫ് ദ ടൈറ്റാനിക്. ടൈറ്റാനിക്കിലെ ജോലിക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകുകയാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ കാണാം. ഇംഗ്ലണ്ട് ഹാസ് ഡിക്ലെയർഡ് എ ഡേ ഓഫ് മോർണിംഗ് ഫോർ ദ ഡെഡ്. ഇംഗ്ലണ്ട് ഇതിൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മൗനാചരണ ദിവസമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് സം ഫിനാൻഷ്യൽ റിലീഫ് ടു ദ റിലേറ്റീവ്സ് ഓഫ് ദ വിക്ടിം. അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഗവൺമെൻറ് സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ടൈറ്റാനിക് കാൾഡ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ? എന്തുകൊണ്ടാണ് ടൈറ്റാനിക്കിനെ ഇരുമ്പും ഉരുക്കുകൊണ്ടുള്ള ഒരു കവിത എന്ന് വിളിക്കുന്നത്? ദ ടൈറ്റാനിക് കോൾഡ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ പോയം. ഒരു കവിത പോലെ മഹത്തരമായ ഭംഗിയും ഉള്ളതുകൊണ്ടാണ് ടൈറ്റാനിക്കിനെ ഇരുമ്പും ഉരുക്കും കൊണ്ടുള്ള ഒരു കവിത എന്ന് വിളിക്കാൻ കാരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ ഓൺ ബോർഡ് വെൻ ദേ സ്റ്റാർട്ടഡ് ദെയർ ജേണി? യാത്ര തുടങ്ങുമ്പോൾ യാത്രികരുടെ ചിന്ത എന്തായിരുന്നു? ദ പീപ്പിൾ ഓൺ ബോർഡ് ഫെൽറ്റ് ദാറ്റ് ദേ വർ വെരി സേഫ് ആൻഡ് ദേ വുഡ് നോട്ട് മീറ്റ് എനി ഡേഞ്ചർ. അവർ വളരെ സുരക്ഷിതരാണെന്നും യാതൊരുവിധ അപായവും അവർക്കുണ്ടാകില്ല എന്നുമായിരുന്നു അവരുടെ ചിന്ത. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഒമിനിയസ് ഫോം ദാറ്റ് ലൂംഡ് ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്? ഇരുട്ടിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ആ ഭീകര രൂപം എന്തായിരുന്നു? ദ ഒമിനിയസ് ഫോം ദാറ്റ് ലൂംഡ് ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് വാസ് ദ ഹ്യൂജ് ഐസ്ബർഗ് ദാറ്റ് വുഡ് കൊളൈഡ് വിത്ത് ദ ടൈറ്റാനിക്സ് ആൻഡ് ബ്രേക്ക് ഇറ്റ് അപ്പ്. അത് വലിയ ഒരു മഞ്ഞുമലയായിരുന്നു. അത് കപ്പലുമായി കൂട്ടിയിടിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ക്യാപ്റ്റൻ സ്മിത്ത് കമാൻഡർ ഓഫ് ദ ഷിപ്പ് കാൾഡ് ബ്രേവ്? എന്തുകൊണ്ടാണ് കപ്പലിൻ്റെ കമാൻഡറായ ക്യാപ്റ്റൻ സ്മിത്തിനെ ധൈര്യശാലി എന്ന് വിളിക്കുന്നത്? കാരണം ഫോർ നോട്ട് ഈവൻ ഫോർ വൺ മൊമെൻറ്റ് ഹീ തോട്ട് ഓഫ് സേവിങ് ഹിസ് ലൈഫ് വെൻ ഹീ ന്യൂ ദ ഷിപ്പ് വാസ് സിങ്കിങ്. കപ്പൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞിട്ടുകൂടി ഒരു നിമിഷത്തേക്ക് പോലും അദ്ദേഹം സ്വന്തം രക്ഷയെപ്പറ്റി ചിന്തിച്ചതേയില്ല. ഹി സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ്. അദ്ദേഹം ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ടോൾഡ് ഹിസ് ക്രൂ ദാറ്റ് ദേ വേർ ബ്രിട്ടീഷ് ആൻഡ് ദേ ഷുഡ് റിമെമ്പർ ദെയർ കൺട്രി ആൻഡ് ഷുഡ് ഡു ദെയർ ഡ്യൂട്ടി. അയാൾ തൻ്റെ ജോലിക്കാരോട് അവർ ബ്രിട്ടീഷുകാരാണെന്ന് ഓർക്കണമെന്നും അവരുടെ കടമ നിറവേറ്റണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ദേ ഷുഡ് സേവ് ദ പാസഞ്ചേഴ്സ് ഫസ്റ്റ്. ആദ്യമായി യാത്രക്കാരെ രക്ഷപ്പെടുത്തണമെന്നാണ് അവർ ചിന്തിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഗോട്ട് ദ ടോപ്പ് പ്രയോറിറ്റി ടു ബി റെസ്ക്യൂഡ് ഫ്രം ദ സിങ്കിങ് ടൈറ്റാനിക്? മുങ്ങുന്ന ടൈറ്റാനിക്കിൽ നിന്നും ആരെയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്? വിമൻ ആൻഡ് ചിൽഡ്രൻ ഗോട്ട് ദ ടോപ്പ് പ്രയോറിറ്റി ടു ബി റെസ്ക്യൂഡ് ഫ്രം ദ സിങ്കിങ് ടൈറ്റാനിക്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് മുൻഗണന നൽകിയത് രക്ഷപ്പെടുത്തുന്നതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് വാസ് ദ ഓൺലി ഹോപ്പ് ഫോർ പീപ്പിൾ ഓഫ് ദ സിങ്കിങ് ടൈറ്റാനിക് വെൻ ഓൾ ബോട്ട്സ് സെയിൽഡ് അവേ? എല്ലാ ലൈഫ് ബോട്ടുകളും പോയി കഴിയുമ്പോൾ മുങ്ങുന്ന ടൈറ്റാനിക്കിലുണ്ടാകുന്ന യാത്രക്കാരുടെ ഏക പ്രത്യാശ എന്തായിരുന്നു? When the old boat sailed away, the only hope for the people of the sinking Titanic was eternity. എന്തായിരുന്നു? അനശ്വരതയായിരുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നായിരുന്നു അവരുടെ ആശ. ദ ഹോപ്പ് ദാറ്റ് ദേ വിൽ ഗോ ടു ഹെവൻ. സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന ആഗ്രഹത്തോടെയായിരുന്നു അവരുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് were the bandsmen doing when Titanic was sinking? ടൈറ്റാനിക് മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ബാൻഡ് എന്ത് ചെയ്യുകയായിരുന്നു? When the Titanic was sinking, the bandsmen were playing the hymn Near My God to Thee. ദൈവമേ, ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരികയാണെന്നുള്ള പാട്ട് പാടുകയായിരുന്നു. It shows how courageous they were even the face of danger. അത് കാണിക്കുന്നത് ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും അവരുടെ ധൈര്യം അവർ കൈവിട്ടില്ല എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഓഫ്ലി ഗ്രാൻഡ് സീൻ അക്കോർഡിംഗ് ടു ദ പോയറ്റ്? കവിയുടെ അഭിപ്രായത്തിൽ മഹത്തരമായ ആ കാഴ്ച എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ഓഫ്ലി ഗ്രാൻഡ് സീൻ വാസ് ദ കറേജ് ഡിസ്പ്ലേഡ് ബൈ ദോസ് ഹൂ വേർ ലെഫ്റ്റ് ഔട്ട് ദ സിങ്കിങ് ഷിപ്പ്. കപ്പലിൽ ശേഷിച്ച യാത്രക്കാരുടെ ധൈര്യമാണ് മഹത്തരമായ ആ കാഴ്ച. One of them could have saved his life, but he offered his place to his friend and willingly accepted death. ഒരാൾ തൻ്റെ ജീവിതം രക്ഷിക്കാമായിരുന്നിട്ടും മറ്റൊരാൾക്ക് ലൈഫ് ബോട്ടിൽ തനിക്ക് കിട്ടിയ സ്ഥലം വിട്ടുകൊടുക്കുകയും മരണത്തിന് തയ്യാറാവുകയും ചെയ്ത ഒരു കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. ഇതാണ് ഇത്രയും വലിയ കാഴ്ച. ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് ഓഫ്ലി ഗ്രാൻഡ്. തീർച്ചയായും വളരെ മഹത്തരമായ ഒരു കാര്യമായിരുന്നു അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വുഡ് ദ സ്റ്റോറി ദ ടൈറ്റാനിക് ബി റിമെമ്പേർഡ് ഓൾവേസ്? എന്തുകൊണ്ടാണ് ടൈറ്റാനിക്കിലെ കഥ എന്നെന്നും ഓർമ്മിക്കാൻ പോകുന്നത്? ദ സ്റ്റോറി ഓഫ് ദ ടൈറ്റാനിക് വുഡ് ബി റിമെമ്പേർഡ് ഫോർ എവർ ബിക്കോസ് ദ ടു റീസൺസ്. രണ്ട് കാര്യങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാരിടൈം ട്രാജഡി ഈവൻ ഒക്കേർഡ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമായിരുന്നു അത്. Secondly, the sacrifice one sailor made by sending another person in his place accepting death voluntarily will be remembered always. ഒരു യാത്രക്കാരൻ വേറൊരു യാത്രക്കാരന് വേണ്ടി ലൈഫ് ബോട്ടിലെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുകയും സ്വയം മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് എന്നെന്നും ഓർമ്മിക്കപ്പെടാനുള്ള കാരണം. There is no sacrifice greater than giving up one's life to his friend. തൻ്റെ സുഹൃത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നതിലും വലിയ മഹത്തരമായ മറ്റൊരു കാര്യവും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് ആവശ്യമായ നോട്ട്സുകളൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.